അപ്പൊ ഈ ബോംബെയിലൊക്കെ നമ്മൾ പറയില്ലേ, ഒരു മുറിയും ഒരു അടുക്കളയുള്ളത് ലക്ഷറി എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊമൈസസിൽ ഇത്രയും പറഞ്ഞ ആൾക്കാർ താമസിക്കുമ്പം എവിടെ പോയി ആരെ ട്രേസ് ചെയ്യാനാ? ശരിയാണ്. എത്രത്തോളം അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ആൽക്കഹോൾ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ അത് മേടിക്കാം, റൂമിൽ വന്നിരുന്ന് കഴിക്കാം. നോബഡി ഈസ് ഗോയിങ് ടു ബോദർ. ഇപ്പൊ നമ്മളുടെ ഇവിടത്തേക്ക് ഫ്ലാറ്റുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ഞാൻ പൊതുവെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതിന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ലിക്കർ ബോട്ടിൽ, അതിപ്പോൾ ബിയറിന്റെ ക്യാൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ആ വേസ്റ്റ് വെക്കുന്നിടത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ന്യൂസ്. ഓക്കെ, ഈ വേസ്റ്റ് എടുക്കുന്നവര് ഒന്നുകിൽ അസോസിയേഷനിൽ പറയും, അല്ലെങ്കിൽ കെയർടേക്കർക്ക് പറയും, അപ്പൊ ഇന്ന ഫ്ലാറ്റിൽ റെഗുലർ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ബാംഗ്ലൂരൊന്നും നോബഡി ഈസ് ബോതർഡ് വാട്ട് ഈസ് സീൻ ദെയർ ഇൻ ദ വേസ്റ്റ്. ആരും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒന്നും ഒബ്സർവ് ചെയ്യില്ല. അതിപ്പോ നെയ്ബർഹുഡ് ആണെങ്കിലും വി ആർ നോട്ട് ബോതർഡ്. ഈ പറഞ്ഞ ആ ഒരു ഫാമിലി ക്രൗഡ് ഒന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. ഇത്ര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒച്ചയും ബഹളവും പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പല റൂൾസും അവരങ്ങനെ വെക്കും. അത് പാടില്ല എന്നുള്ളത്. യു ക്യാൻ ട്രാവൽ എനിവെയർ ആൻഡ് കം എനി ടൈം യു വാണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഒരു സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നവരാണ്. അതല്ലാത്ത ഈ യൂത്ത് താമസിക്കുന്ന ഈ ബാച്ചിലർ ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, അവിടെ ഒന്നും ഒരു നിയമവും ബാധകമല്ല. ആൻഡ് ഐ സീ ദം ഈ ആൽക്കഹോൾ കഴിഞ്ഞാൽ കൂടിപ്പോയ കഞ്ചാവ്. അതിനപ്പുറത്തോട്ടൊന്നും ആരും സിന്തറ്റിക് ഡ്രഗ്സിന് പോകുന്നതിന്റെ ഒരു കാരണം ഞാൻ കാണാറില്ല. വൺ തിങ് ഐ ടോൾഡ് യു, കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് ഹൈ. അടുത്തത് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ മാച്ച് ചെയ്യണേ ആ തക്ക രീതിയിൽ അവർ വർക്ക് ചെയ്യണം. പലരും ഒരു ഒന്നുകിൽ അവനവന്റെ സ്ഥാപനത്തിൽ നല്ല സാലറിയിൽ ഇരിക്കുന്നവരായിരിക്കും, അവനവന്റെ മീൻസ് വേറെ വേ വർക്കിംഗ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജോലി എടുക്കുന്നവരായിരിക്കും. ഒരു സ്ഥാപനത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ വേറൊരിടത്ത് വേറെ ഒന്ന്. ഐ തിങ്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് പകല് മുഴുവൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഒരു പബ്ബില് ഒരു 11 o'clock അല്ലെങ്കിൽ 12 o'clock വരെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ വേർ ദർ ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ ഹാവ് എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ, അത് അവർ തരുന്നുണ്ട്. പോകെ ഫുഡ്, നല്ല ഫുഡും കിട്ടും. അപ്പൊ ഇവർക്ക് അത് കഴിഞ്ഞ് ടിപ്സ് നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻകം ആണ്. നമ്മൾ ആ ജോലി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊരു സ്ഥാപനമുണ്ട്, അവിടെ നിന്നുള്ള കൃത്യം മാസശമ്പളം വരും, ഇവിടുന്നും ഒരു മാസശമ്പളം കൃത്യം വരും. ടിപ്സ് തന്നെ മതി അവരുടെ വട്ടച്ചെലവ് നടന്നു പോകാൻ. ഡിന്നറും നല്ല സുഭിക്ഷമായി ഇവിടെ തന്നെ കഴിഞ്ഞും പോകും. അപ്പൊ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻകം ദി ആർ മേക്കിംഗ്. സോ എല്ലാവരുടെയും ഒരു തലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ 90% ഓഫ് ദ ഓർഗനൈസേഷൻസ് ദെയർ ആർ 5 days a week. സാറ്റർഡേ സൺഡേ ലീവാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടുത്തെ ട്രാഫിക് അറിയാം, എല്ലാവരും കിളിപോയ അവസ്ഥയാണ്. എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി അവർക്ക് ആ പാർട്ടി മൂഡിലാണ് അവര്. ഒരു സ്ഥലത്ത് പോലും ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോലും വിതൗട്ട് റിസർവേഷൻ യു വിൽ നോട്ട് ഗെറ്റ് എ ടേബിൾ. ഓ, അത് ഏത് ഏരിയ എടുത്താലും, അതിപ്പോൾ ഒരു പബ് ആയിക്കോട്ടെ അല്ല റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, എനിവെയർ നമുക്കൊരു ടേബിൾ ബുക്ക് ചെയ്യാണ്ട് എക്സെപ്റ്റ് ഫോർ വല്ലം ഈ കോഫി ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് അത് നല്ല തിരക്കായിരിക്കും. അങ്ങനെയുള്ള ക്രൗഡാണ്. ബിക്കോസ് നോബഡി ബോദേഴ്സ് ടു സ്പെൻഡ് മണി, but they also concentrate in making money. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്രഗ് അടിച്ചൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോക്കാന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയാം. അവരതിനു വേണ്ടി മെനക്കെടില്ല. നമ്മുടെ കേരളത്തില് എൽസ്വെയർ ഡ്രഗ്സ് ശീലിച്ചിട്ട് അവിടെ വന്ന് തുടരുന്നവരാവാം. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രഗ്സ് നമ്മളുടെ ഈ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലോട്ട് കൂടുതൽ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കേൾക്കാറില്ലേ. അതിന് മെയിനായിട്ട് ഞാൻ കാണുന്ന ഒരു കാരണം നമ്മളുടെ കർണാടക അതിർത്തി ഉണ്ടല്ലോ, അവിടെ നിന്നാണ് എൻട്രി. ഒന്ന്, വടക്കൻ കേരളത്തിന്റെ കർണാടക അതിർത്തി. ഒന്ന്, ഇവിടെ ഡിമാൻഡ് കൂടുതലുണ്ട്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള കോസ്റ്റ് ഡിഫറൻസ് അടുത്ത കാരണം. എൻട്രി പോയിന്റിനുള്ള സൗകര്യം, ഇത് ഒരു കാരണമായിട്ട് കാണുന്നത്. അടുത്തത്, അവിടുത്തെ ആൾക്കാർക്ക് ഇത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക കർണാടകയിൽ അപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? നോ. ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരുന്നത് ഇങ്ങോട്ട് വരാനുള്ള റൂട്ടാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൂടുതലും ഞാൻ എൻ്റെ കേട്ടറിവ് വെച്ച്, ഞാൻ ഔദ്യോഗിക തലത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചതുമായിട്ടുള്ള കേട്ടറിവിൽ അറിയുന്നത് കൂടുതലും ആഫ്രിക്കൻ ആൾക്കാർ കൊണ്ടുവന്ന് അവിടുത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ റീച്ച് ആയിട്ട് അവിടെ നിന്ന് വരുന്ന ഫർദർ ക്യാരി ചെയ്യുന്ന ആൾക്കാർ വഴിയാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ വരുന്നത്.
അല്ലാതെ ഇത് അവിടുന്ന് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുന്നതൊക്കെ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി, ഇല്ലാന്നല്ല പറയുന്നത്. ആൻഡ് കമ്മിങ് ഫ്രം തമിഴ്നാടു ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കർണാടകത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് ഇത് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബിക്കോസ് ഇത് എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ മെയിനായിട്ടും ഇതിനെ എവിടെ ഇൻഫർമേഷൻ കിട്ടിയാലും അതിൻ്റെ വാല പിടിക്കാൻ നോക്കും, എന്താ നമുക്ക് അറിയാൻ പറ്റുന്നത് അറിയാൻ വേണ്ടി. എന്നാലല്ലേ അതിനനുസരിച്ചുള്ള പ്രതിമരുന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് അറിയുമ്പോൾ കിട്ടുന്ന ഒരു മെസ്സേജാണ്. ഇറ്റ് ഈസ് കമ്മിങ് ബിക്കോസ് ഓഫ് ദ എയർപോർട്ട് എയർ. കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്ന കേൾക്കാറുണ്ടല്ലോ, എയർപോർട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്ന. അതിന് കഴിഞ്ഞ് പലപ്പോഴും മേ ബി ഓഫീസേഴ്സ് who are just letting it go. എല്ലായിടത്തും എല്ലാം സത്യസന്ധമായ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ലല്ലോ. നമ്മുടെ അതിർത്തിയിൽ പോലും ഇതൊക്കെ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതേപോലെയുള്ള കാര്യങ്ങളാണ്. അതായത് അതിർത്തി അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയും ഈ അപ്പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ അതിർത്തി എത്തി അവിടുന്ന് ബാംഗ്ലൂർക്ക് വരും, അങ്ങനെയും വരും. ആഫ്രിക്കയിൽ നിന്ന് നേരെ വരുന്നത് മാത്രമല്ല, ഇവരെല്ലാം സൗത്തിലോട്ട് എടുക്കുന്ന ഒരു പോയിന്റ് ബാംഗ്ലൂരാണ് അധികവും, ചെന്നൈക്കാളും ഹൈദരാബാദിനേക്കാളും. അവിടെ നിന്ന് ഇങ്ങോട്ട് കഞ്ചാവ് പല സ്ഥലത്തുനിന്നും വരുന്നുണ്ടായിരിക്കും. ഐ ആം ടോക്കിംഗ് അബൌട്ട് സിന്തറ്റിക് ഡ്രഗ്. അങ്ങനെയുള്ള വരവാണ് അത്. പിന്നെ കേരളത്തിലെ ഒരു ഫാൻസി എന്താ പറയുക, എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ കോപ്പി ചെയ്യുന്ന പോലെ ഇക്കാര്യം നമ്മുടെ പിള്ളേർ കോപ്പി ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് മാം പറഞ്ഞു, ഇപ്പൊ കേരളത്തിന്റെ ബോർഡർ എല്ലാം കടന്നിങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളത്. കർണാടകയിൽ ഇത് യൂസ് ചെയ്യുന്ന കുറവാന്ന് പറഞ്ഞു സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പൊ കേരളം മാത്രമാണോ ഇവരുടെ ഫോക്കസ് ചെയ്യുന്ന സ്ഥലം? അല്ല, ഇവിടെ പണം കൂടുതൽ കിട്ടുന്നുണ്ട്, ഇവിടെ കൺസ്യൂമേഴ്സും കൂടുതലാണ്. അതാണ് കാരണം. ഞാൻ ഒരിക്കലും നമ്മളുടെ സ്റ്റേറ്റിനെ കുറച്ച് പറയുകയല്ല, മറ്റു സ്റ്റേറ്റുകളിൽ കൺസ്യൂം ചെയ്യുന്നില്ല എന്നല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ മിക്കതും കറക്റ്റ്. ഇവിടെ പെഡലേഴ്സും കൂടുതലാണ്, ഇവിടെ കൺസ്യൂമേഴ്സും കൂടുതലാണ്. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൈസയും കൂടുതലാണ്. തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടല്ലോ. തീർച്ചയായിട്ടും എന്തും ഒരു ആവശ്യമുള്ളിടത്തല്ലേ സപ്ലൈ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് എന്നല്ലേ പറയുന്നത് കമേഴ്സിൽ തന്നെ. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ തമിഴ്നാട് പലപ്പോഴും അറ്റ്ലീസ്റ്റ് ചെന്നൈ ഒഴികെ ROTN എന്ന് പറയും, റെസ്റ്റ് ഓഫ് തമിഴ്നാടു, ഈ ചെന്നൈ ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങൾ ഇപ്പോഴും ഒരു കുറച്ചുകൂടെ കൺസർവേറ്റീവ് മൈൻഡ് ലിവിങ് ആണ്. സോ ദി ആർ ക്ലോസ് നിറ്റഡ് ലിറ്റിൽ മോർ. നമ്മളുടെ സിറ്റീസ്, കേരളത്തിന്റെ സിറ്റീസിനെ എടുക്കുമ്പോഴും ഈ നമ്മുടെ നാട്ടിൻപുറങ്ങൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നാട്ടിൻപുറത്ത് നിൽക്കുന്ന കുട്ടികൾ എത്രയുണ്ട്? വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ നാട്ടിൻപുറത്തു നിന്നുള്ള കാരണവന്മാര് പറയുന്നത് എന്തായിരിക്കും, നീ വല്ല പട്ടണത്തിലും പോയി വല്ല ജോലി എടുത്ത് ജീവിതം രക്ഷപ്പെടാൻ നോക്കുക എന്ന് പറയും. സോ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടും ഇവിടെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാ. ഇപ്പൊ തമിഴ്നാട് പോലെയൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ സാധാരണക്കാരനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തി പോലും അത്യാവശ്യം നല്ല തോതിൽ കൃഷിഭൂമിയുള്ളവരാണ്. സോ യു ഹാവ് ഇൻകം സോഴ്സ്. അവരതിന് ഇറങ്ങി പ്രവർത്തിക്കാനും തയ്യാറാണ്, വർക്ക് ചെയ്യാനും തയ്യാറാണ്. അവരവരുടെ ഫീൽഡിൽ തന്നെ പണിയെടുക്കും. അപ്പൊ അതിൽ മക്കൾ കൂടും. അങ്ങനെ അവർക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മളിത് കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പൊ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും? റബ്ബർ ഉണ്ടെന്ന് പറയുന്നവർക്ക് റബ്ബർ വെട്ടാൻ ആളില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാക്ട്ലി. അപ്പൊ ഒരു മുതലാളിത്ത ആറ്റിറ്റ്യൂഡിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയുന്നത്, നീ എവിടെയാന്ന് വെച്ചാൽ പോയി രക്ഷപ്പെടാം, വിദേശത്തോട്ട് വല്ലതും പോകാൻ നോക്ക്, അല്ലെ പട്ടണത്തിൽ പോയി വല്ല ജോലിന്നോട് അവിടെ നിന്നുകൊണ്ട് നീ വിദേശത്തേക്ക് എക്സ്പീരിയൻസ് എടുത്തിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പം ഈ കുട്ടികളെ പട്ടണത്തിലേക്കുള്ള വരവ് കൂടുതലാണ്. പട്ടണത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഈ പണികളൊക്കെ കൂടുതൽ നടക്കുന്നു. തീർച്ചയായിട്ടും അതെ അതെ. അപ്പോ ഇതാണ് കാരണം. അതായത് അപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് സംസാരിച്ചു, കർണാടക സംസാരിച്ചു, കേരളം സംസാരിച്ചു. ഈ മൂന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ പെഡ്ലേഴ്സ് ആയിട്ടും ആവശ്യക്കാരുള്ളത് നമ്മുടെ കേരളം തന്നെയാണ്. നമുക്ക് തന്നെ ഇപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നതും ഈ അറസ്റ്റിലാവുന്നതുമെല്ലാം കാരിയേഴ്സും പെഡ്ലേഴ്സുമാണ്. അതിന്റെ റൂട്ടിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതായത് എവിടെ നിന്നാണോ ഇത് വരുന്നത് അത് നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നില്ല, അതിന് നമുക്ക് കട്ട് ഓഫ് ചെയ്യാനും പറ്റുന്നില്ല. ആക്ച്വലി ശരിക്കും ഓപ്പറേഷൻ തൂഫാൻ മെയിൻ ആയിട്ടും അതിനെയല്ലേ ഫോക്കസ് ചെയ്യണ്ടേ? അത് ചെയ്യുന്നതിനാണല്ലോ ഈ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, മറ്റ് സ്റ്റേറ്റുകളിലെ സപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങോട്ടുള്ള വരവിന് വേണ്ടി കൊടുക്കാതിരിക്കില്ല. അങ്ങനെ ആരും അതിപ്പോ ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ആ ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കർണാടക എന്നൊക്കെ പറയുമ്പോൾ ബോർഡർ അവരിച്ചിരി
പൊതുവേ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ ഉണ്ടോ ഇല്ലയോ, ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ബോർഡറിൽ സ്ട്രിക്റ്റ് ആയാൽ പോരെ. പക്ഷെ നമ്മുടെ ബോർഡർ സ്ട്രിക്റ്റിന്റെ ആ ലാക്ക് ഓഫ് കോൺഫിഡൻസോ എന്തോ ചെയ്ത് വരുന്നുണ്ടാവാം. അതെ. പക്ഷേ മാം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സത്യസന്ധരല്ല. ഇത്രയും ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സ് വരുമ്പോഴത്തേക്ക് അതിൽ ഒരാളെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ പണി പാടി. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഈ വക ഫീൽഡ്, അതിപ്പോൾ ഡ്രഗ്സിൻ്റെ മാത്രമല്ല, ഈവൻ എക്സൈസ് ആയിക്കോട്ടെ, നമ്മളുടെ കസ്റ്റംസ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും നമ്മളുടെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ആരെങ്കിലും ഒരു റോട്ടൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്പോയിൽ ദ ഹോൾ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ പോലെ, ഈ പറഞ്ഞ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. ഡിപ്പാർട്ട്മെന്റ് മൊത്തം ചീത്തപ്പേര്. അതെ, ഒരാൾ ചെയ്തതിന് ഡിപ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്നത്. അത്രയും നല്ല ഉദ്യോഗസ്ഥരുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, പക്ഷെ ഒരാള്. പിന്നെ എവിടെയാണ് ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയില്ല, അത് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അതിപ്രസരം എന്ന് പറയുമ്പം ഇത് ഒരു അന്താരാഷ്ട്ര കാര്യമാണ്. എങ്ങനെ ഗോൾഡ് സ്മഗ്ലിംഗ് നടക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യവും ഒരു ഇന്റർനാഷണൽ സബ്ജക്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് ഹാപ്പനിങ്. നമുക്ക് ഇവിടുന്ന് ഒരു സാധനം വരുന്നു, ഇപ്പൊ ഒന്നും വേണ്ട, പാൻ പരാഗ് ഒക്കെ, അതിന്റെ മാനുഫാക്ചറിങ് പ്ലേസ് തൊട്ട് നമുക്കത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കേരളത്തിലും നമ്മുടെ പെരുമ്പാവൂർ ഉണ്ണിമോദിനി ലേറ്റസ്റ്റ് ആയിട്ട് അതിലൂടെ ജസ്റ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ പബ്ലിക് ആയിട്ട് സിറിഞ്ച് വെച്ച് കുത്തുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു. ആ ഒരു ടൈമിൽ സെർച്ചിങ് നടത്തി കുറച്ച് ആളുകളെയൊക്കെ അപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെയും പബ്ലിക് ആയിട്ട് ഇപ്പൊ മാം പറഞ്ഞ പാൻ പരാഗ് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാധനങ്ങളാണ് അവിടെ തെരുവിൽ വിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അതായത് ബംഗാളി പറയുന്നതാണ്, ഏതൊരു ന്യൂസ് ചാനലിൽ കൊടുത്തേക്കുന്നതാണ്, ന്യൂസ് ചാനലാണ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ എന്തും കിട്ടും, ഭയങ്കര ഫേമസാണ്, പെണ്ണിന് പെണ്ണ് കിട്ടും, ലഹരിക്ക് ലഹരി കിട്ടും, പാനിന് പാന് കിട്ടും, പെരുമാവൂർ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നിട്ട് ഇവിടെ ഫേമസ് ആണെന്ന് പറയണമെങ്കിൽ ഒരു അത്രയും പേര് അവരിവിടെ ഉറച്ചിട്ടുണ്ടാവും. അതെ, ദാറ്റ് ഈസ് വൺ റീസൺ വാട്ട് ഐ ഫീൽ. എൻ്റെ അഭിപ്രായമാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ കൃത്യമായ ശമ്പളം, നല്ല പൈസ, ആ പൈസ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ടൊക്കെ പറയില്ലേ ഗൾഫിലായിരുന്നു എന്ന് പറയില്ലേ, ആ ഗൾഫുകാരന്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു പണക്കാരൻ എന്നുള്ള ഒരു ടാഗ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഗൾഫാണ് കേരളം. അതിൽ ഇങ്ങനെയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ള ഏരിയയിൽ ഇവർക്ക് ഒത്തിരി തെറ്റ് ഇതിനകത്ത് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജനത അവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. ഓക്കെ, ആൻഡ് അവര് വാച്ച് നോക്കാതെ പണിയെടുക്കും. തീർച്ചയായിട്ടും നമ്മൾ കൃത്യം നമ്മൾ വെദർ യു റിമെമ്പർ യുവർ ഡ്യൂട്ടീസ് ഓർ നോട്ട്, യു റിമെമ്പർ യുവർ റൈറ്റ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് 5 മണി എൻ്റെ പണി ടൈം കഴിഞ്ഞു എന്നത് 4:45 തന്നെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തൂമ്പയിലെ മണ്ണൊക്കെ തുടച്ചു തുടങ്ങും എന്ന് പറഞ്ഞ പോലെ കൃത്യം ആ വാച്ച് നോക്കി നമ്മൾ പോവാണ്. അപ്പൊ ഈ മുതലാളിയാണെങ്കിൽ ചിന്തിക്കുന്നത് എന്താണ്, ഇവനാണെങ്കിൽ വാച്ച് നോക്കാൻ പണിയെടുത്തോളൂ, കുറഞ്ഞ ചെലവിൽ പണിയെടുക്കും ചെയ്യും. സോ ലെസർ എക്സ്പെൻസിൽ മോർ പ്രൊഡക്ടിവിറ്റി അവനെ കൊണ്ടുണ്ടാകുന്നുണ്ട്. അവന് ഷർട്ടെ പൊടിയാകുന്നൊന്നും അവൻ നോക്കത്തുമില്ല. ഹി ഈസ് വില്ലിങ് ടു ഡു എനി വർക്ക്. പിന്നെ അവന് ഈ ജോലി അവൻ്റെ ആവശ്യമാണ്. അതെ, നമ്മൾ ഇവിടുന്ന് ഞാൻ ഗൾഫിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ കളിയാക്കി പറയാറുണ്ട്, അവിടെ പോയി ആ നാട്ടുകാരൻ്റെ ടോയ്ലറ്റ് കഴുകുന്ന യാതൊരു വിരോധവും ഇല്ലാന്ന് പറയും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റടിക്കാൻ നമ്മൾ വേറെ ആളെ വിളിക്കും. കാര്യം നമ്മളിവിടെ മുതലാളിയാണ്, നമുക്ക് മിറ്റടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമാണ്. അവിടെ പോയിട്ട് അവിടെ ബാത്റൂം കഴുകുന്നതിന് പോലെ യാതൊരു വിരോധവും. എക്സാക്ട്ലി ഇതേ അവസ്ഥയാണ് അവനിവിടെ. തീർച്ചയായിട്ടും അവന്റെ നാട്ടിൽ വഴിയില്ല എന്നുള്ളത് ഒന്ന്. ഇവിടെ വന്നു കഴിയുമ്പം ഇത്രയധികം പൈസ എന്ന് പറയുന്നത് അവനതൊരു വലിയ ലോട്ടറിയാണ്. ഈസ് വില്ലിംഗ് ടു വർക്ക്. എത്ര വേണമെങ്കിലും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, എനിക്ക് പൈസ വേണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളി വന്ന സ്ഥലത്തല്ല ഈ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ഈ പൈസയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ജീവിക്കുമ്പം സെയിം തിങ് നമ്മൾ മറിച്ച് നമ്മുടെ ആൾക്കാർ ഗൾഫിൽ പോയി പണിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂൾസ് സ്ട്രിക്റ്റ് ആണ്. റൈറ്റ്, സെയിം സിനാരിയോ ഇങ്ങോട്ട് കമ്പയർ ചെയ്തോളൂ. ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പോയി വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പൈസ കിട്ടിയാൽ മതി. ഇവിടെ അവൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, അവനിവിടെ പൈസ കിട്ടിയാൽ മതി. പക്ഷേ ഇവിടെ റൂൾസ് റിലാക്സ്ഡ് ആണ്. റൈറ്റ്, ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അന്നേരം ഉള്ള അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ, കയ്യിൽ ഇഷ്ടം പോലെ പൈസ. ഹി ഓൾസോ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഫാമിലിയോടെ അല്ല ഒട്ടുമുക്കാലും ആൾക്കാർ വരുന്നത്.
സിംഗിൾ ആയിട്ട് 10-8 എടുത്തു കഴിഞ്ഞാൽ അവർ സിംഗിളാണ്. വളരെ കുറച്ച് ആൾക്കാരാണ് ഫാമിലി ആയിട്ട് വരുന്നത്. അവനും സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തോന്നുന്ന എല്ലാ വികാരങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അവന് പെണ്ണില്ല കുടുംബമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹി വിൽ ലുക്ക് ഫോർ പൈസയുണ്ട്. നൗ വെർ ക്യാൻ ഐ ഹാവ് എൻ ഓൾട്ടർനേറ്റീവ്? സോ നാച്ചുറലി വ്യഭിചാരം അവിടെ ഒരു ഇതായിട്ട് വന്നു. അടുത്തത് ഇത്രയും കഠിനമായും പണിയെടുത്ത് കഴിയുമ്പം അവന് കിട്ടുന്ന ഒരു പ്ലഷർ എന്ന് പറയുന്നത് ഈ വെള്ളമടിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വെരി ഫർഗെറ്റ്സ് ഹിസ് പെയിൻ, ഇമോഷണൽ ആസ് വെൽ ആസ് ഫിസിക്കൽ. ഞാൻ അവർ ചെയ്യുന്നത് ന്യായീകരിക്കല്ല. അപ്പം നമുക്കിവിടെ അവർ ചെയ്യുന്നതിനെ തടയാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇതേ ഹാർഡ് വർക്കും ഇതേപോലെ കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് പോയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പല രാജ്യങ്ങളിലും നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ എക്സാമ്പിൾ അറബ് രാജ്യങ്ങൾ എന്ത് ഈ പറഞ്ഞു തോന്നിയൊന്നും അവിടെ നടക്കാതെ? റൂൾസ് ഇസ് ഇൻ പ്ലേസ്, റൈറ്റ്? ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ ആൾക്കാര് എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ ഈ പറഞ്ഞ പോലെ ആ റിലാക്സ്ഡ് ഇതിൽ വരുന്ന ഔദ്യോഗിക തലത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും എഗെയിൻ കുറ്റം പറയാൻ ഒരു പരിധിക്കപ്പുറം നിർത്തിയില്ല. ഇവൻ 10 കൂടി കഴിഞ്ഞാൽ അവര് മനുഷ്യരാണ്. തീർച്ചയായിട്ടും അവന്റെ ലൈഫ് റിസ്കിലാ, ആ ഉദ്യോഗസ്ഥന്റെ ലൈഫ് റിസ്കിലാ. അവരും എന്തൊക്കെ പോലീസാണ് പട്ടാളം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്കും പരിമിതിയില്ലേ? അവരെയും കുത്തിക്കൊല്ലുന്ന കേസുകളും വണ്ടി അടിച്ചുകൊള്ള കേസുകളും നമ്മൾ കേൾക്കുന്നില്ലേ? പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ഇവരെ പർദീസയാവാൻ കാരണം തന്നെ അവിടുത്തെ പ്ലൈവുഡ് കമ്പനിക്കാരൻ അവരാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ പോലീസുകാർക്ക് തന്നെ ഒരു പക്ഷേ അവിടെ ഇതിനു മുന്നേ സഞ്ചരിക്കാൻ പേടിയായിരുന്നു. കാരണം വെച്ചാൽ പോലീസുകാർ വരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവര് 10 പേര് കൂടി കഴിഞ്ഞാല് ഒന്നാമത് ഈ വരുന്നവര് പലരും അവരിവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒന്നും ഒറിജിനൽ അല്ല, 100 പേരുടെയും തുല്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒട്ടുമുക്കാലും ആൾക്കാരുടെ കാര്യം ഏതെങ്കിലും ഒരു ഏജന്റ് നോർത്തിൽ പോയി ഒരു ഗ്രൂപ്പായിട്ട് അവനെ കോൺട്രാക്ട് ബേസിസിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ വ്യക്തിക്ക് നല്ല കച്ചവടം. അവിടുന്ന് കുറെ പേരെ ഇന്റർവ്യൂ ചെയ്ത് വില്ലിങ് ആണോ എന്നറിഞ്ഞ് ഈ പറഞ്ഞ വില്ലേജസിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് ആളെ കൊണ്ടുവരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അവൻ ആ നാട്ടിൽ നിന്ന് സംഘടിപ്പിച്ച ഡോക്യുമെന്റ് ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടാവാം, ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരും ഉണ്ടാവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ഈ ഒരു മുറിയിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും വളരെ വൃത്തിഹീനമായ പരിസരത്തിലാണ് ഇവർ താമസിക്കുന്നതെന്ന്. ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ആളും കുറച്ച് മുമ്പ് ഞാൻ ഈ അപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു അല്ല, ഒരു മുറിയിൽ എത്ര പേര് വേണേൽ നിന്ന് പെർ ഹെഡാണ്. ആ സ്ഥലത്തിനുള്ള വാടകയല്ല, പെർ ഹെഡ് വാടകയാണ്. ഇരട്ടി ആയിരിക്കും. 6 പേര് നിന്ന് കഴിഞ്ഞാൽ ഇത്ര വാടക, 8 പേരൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. നീ ഡബിൾ കോട്ട എന്ത് കോട്ടെങ്കിലും വെച്ചിട്ട് ഈ വൈറ്റിലയുടെ അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലൂടെ കയറി വരുമ്പം പാൻ പരാഗിന്റെയും വല്ലാത്തൊരു സ്മെല്ല. എന്തൊരു സ്മെല്ലാന്ന് കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ താമസിക്കുന്ന എല്ലാം ഇതേപോലത്തെ ഒരു വീടുണ്ട്, കുറെ വീടുണ്ട്. പക്ഷെ ആ വീട്ടിൽ ഒരുപാട് ചെരുപ്പുകളുണ്ട്. പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതെ, അത് മാത്രമല്ല, ഇവിടെ ഡെമോളിഷിംഗ് കണ്ടീഷനിൽ കിടക്കുന്ന കുറെ ബിൽഡിങ്ങിലും താമസിക്കുന്നവരുണ്ട്. അതായത് ആളൊഴിഞ്ഞ് കിടക്കുന്ന വീടുകളല്ലേ. അതിപ്പോ ആരെങ്കിലും എന്താ വിചാരിക്കുന്ന ഇത് ആരെയാ തിരുത്തണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. നിയമം സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ള ഒരു ഭാഗത്ത്, പിടിക്കപ്പെട്ട എൻ്റെ ലൈഫ് കഴിഞ്ഞു എന്നുള്ളൊരു പേടി, അത് പ്രോപ്പർട്ടി ഓണർ ആയിക്കോട്ടെ തെറ്റ് ചെയ്യുന്നവനായിക്കോട്ടെ ആരാണെങ്കിലും ആ ഒരു പേടി ഉണ്ടാവണം. അടുത്തത് ഞാൻ ഈ കാശിന് നോക്കിയിട്ട് ഐ ആം ഡാമേജിങ് മൈ സൊസൈറ്റി എന്നുള്ള കുറച്ചെങ്കിലും ഒരു സാമൂഹ്യ ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിയമത്തിന്റെ ഒരു അഭാവം, നമുക്ക് നിയമം ശക്തമാക്കേണ്ട ആവശ്യകത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. കുറച്ചു മുമ്പ് മാം പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നിന്ന് ജോലി തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. സെയിം കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഇതുപോലത്തെ ചെയ്യാത്തത് നല്ലൊരു ശിക്ഷയുണ്ട്. പേടിക്കും, പെട്ടുപോകും, ആജീവനാന്തം ആ ജയിലിലായിരിക്കും എന്നവർക്കറിയാം. ആ ജയിലിൽ വെച്ച് അത്ര നല്ല ഇവിടെയുള്ള സുഖലോലുപത അല്ലാന്ന് അറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ജയിലില് ഫുഡുണ്ട്, അതനുസരിച്ച് ഫെസിലിറ്റീസ് ആണ് കൂടുതലുള്ളത്. ആ ഒരു ഫെസിലിറ്റീസിൽ നിന്ന് മാറിയിട്ട് കർശനമായിട്ടുള്ള നിയമം ഉണ്ടെങ്കിൽ ഇനി ഞാനിങ്ങനെ ചെയ്യില്ല. ഇടയ്ക്ക് അത് ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജയിലുകളിലെ ചിലതില് ഞാനിതുപോലെ സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചിലത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ നിയമം എത്രത്തോളം ഇവരെ കെയർ ചെയ്യുന്നു എന്നുള്ളത്. ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് കാലങ്ങളായി. ഓക്കെ, എന്ത് ന്യൂട്രീഷൻ കഴിക്കണം എന്ത് വേണ്ട എന്നുള്ളത് ഐ തിങ്ക് ഇത് നമുക്ക് എല്ലാവർക്കും
സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ ആരും തന്നെ അതിന് ബോധർ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എക്സ്റേ എടുക്കും എന്നുള്ളതല്ലാതെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമ്മൾ നമ്മുടെ പ്രായത്തിനും നമ്മളുടെ ആരോഗ്യത്തിനും അനുസരിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇന്നതാണ് കഴിക്കേണ്ടത് എന്ന് എത്ര പേർക്ക് ഇവിടെ ഒരു ഡയറ്റീഷ്യന്റെ സപ്പോർട്ടുണ്ട്? പക്ഷെ ജയിലിലുണ്ട്. ഉണ്ട്. എന്തിന്റെ ആവശ്യത്തിന്? ഇത് കേട്ടറിവാണ്, ഞാൻ കണ്ടില്ല. കേട്ടറിവാണെങ്കിലും അതിന്റെ ആവശ്യകത. ഓക്കെ, അവിടെ ഡയറ്റീഷ്യന്റെ ഒരു കാര്യം അവിടെ കിടന്നവൻ തട്ടിപ്പോയിട്ടുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥന് പണിവാളേ. മനുഷ്യാവകാശം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഉടനെ കൊടിയും പിടിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആള് അതേപോലെ അവിടുത്തെ ഫുഡ്, ഞാൻ ഈ പോയിരുന്ന സമയത്ത് എന്തോ സൂപ്പർ ഫുഡാന്നറിയോ? അതിന്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണോ ഇനി പോകുന്നത്? എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് ക്വാളിറ്റി ഫുഡ് ഇസ് കുക്ക്ഡ് ദേർ. പിന്നെ അവർക്ക് ഇന്ന ദിവസങ്ങളിൽ ഇന്ന നോൺ വെജ് വേണം, ഇന്ന പോലെ വേണം. പിന്നെ നമ്മൾ കഴിക്കുന്ന പാതി വെജിറ്റബിൾസും അല്ലെങ്കിൽ ആ വെജിറ്റേറിയൻ ഫുഡിൽ എടുത്താൽ പോലും നമ്മൾ കഴിക്കുന്നതിനകത്ത് ഒട്ടുമുക്കാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. നമ്മളെല്ലാവരും പറയാറുണ്ട് ഇതിൽ മരുന്നടിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇങ്ങനത്തെയാണ് അങ്ങനത്തെയാണ്, ഇതുകൊണ്ട് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു പൊതു സംസാരമുണ്ട്. അവിടെ അവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെജിറ്റബിളാണ്. ഓക്കെ, അപ്പൊ അതും നല്ല സാധനമാണ്, നല്ലതാ. നോക്കണം നമ്മളിവിടെ കഴിക്കുന്നതോ, നമ്മളിവിടെ പുറത്ത് കഴിയുന്ന നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ഈ ടാക്സ് ഒന്നും എടുത്ത് ഇത് നടത്തി ഇവരുടെ ചെലവ് കൊടുക്കുന്ന അവര് കഴിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന വിഷം കയറിയ ഫുഡും. ഓക്കെ, അങ്ങനെയുള്ള കാര്യം ഒന്ന്. ഇനി എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം, ഞാനൊരു ഉദ്യോഗസ്ഥന് മുമ്പിൽ ഇരിക്കുക, ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് ഇച്ചിരി സമയമുണ്ട്. അപ്പോൾ അവരുടെ റൂമിൽ എന്നെ ഇരുത്തിയിട്ടുണ്ട്. ഒരു ട്രേയിൽ കുറച്ചധികം ഫുഡ് കൊണ്ടുവന്നു, സാമ്പിൾ ഫുഡാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് തരുവാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ആകാംക്ഷയുടെ നോക്കി കേട്ടോ. കുറേ വെറൈറ്റി ഓഫ് ഫുഡ് കൊള്ളാലോ ഇവിടുത്തെ പരിപാടി, എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് കുറച്ചധികം സാധനം. അപ്പോൾ അവിടുത്തെ സൂപ്പർ മോസ്റ്റ് ഓഫീസർ അദ്ദേഹം എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ചോദിച്ചു ഇപ്പാണ് ഭക്ഷണം കഴിക്കുന്നത്? പുള്ളി പറഞ്ഞു ഇല്ല, ഞാനിത് ടേസ്റ്റ് ചെയ്യുക. അത്രയും പ്രിഫറൻസ് വെച്ചിട്ടാണ് അവർക്ക്. കാരണം ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രുചിയല്ല, വേറെന്തെങ്കിലും ഇതിന് ദോഷമുണ്ടോ അത് കൂട്ടത്തിൽ ടേസ്റ്റ് ഓഫ് കോഴ്സ് നോക്കും. ഉപ്പ് കൂടി പോയിട്ടുണ്ടോ എന്താണെന്നുള്ളതൊക്കെ നോക്കുമായിരിക്കും, അറിയത്തില്ല. എന്താണേലും അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെക്ക് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, സാധനം വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഇത് ഞാൻ കഴിച്ച് ഇത്ര നേരം കഴിഞ്ഞാലേ അവിടുത്തെ അന്തേവാസികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു സാറേ ഒരു പക്ഷേ ഇതിനകത്ത് വല്ലതും ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ സാറ് തട്ടിപ്പോത്തില്ലയോ? സാർ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ഇത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, പറയാ എന്ത് ചെയ്യാൻ പാർട്ട് ഓഫ് മൈ ജോബ്. ഇത്രയും സുരക്ഷിതമായിട്ടാണ് നമ്മൾ ഈ ജയിലിൽ കിടക്കുന്ന കുറ്റം ചെയ്തവരെ പറഞ്ഞില്ലേ. അവിടുത്തെ ജയിൽവാസവും നമ്മുടെ ജയിൽവാസവും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലാന്ന് വെച്ചോ തന്നെ പേടിയുണ്ടാവും. തീർച്ചയായിട്ടും ജയിലില് അത്യാവശ്യം അവൻ ജീവിക്കാനുള്ള ഭക്ഷണം പോരെ? തീർച്ചയായിട്ടും അത് മതിയല്ലോ, ജീവൻ ഉണ്ടായാൽ പോരെ. അതുകൊണ്ട് മോശമായിട്ടുള്ള തന്റെ ശിക്ഷ ആവുന്നത്ര കാലം അവിടെ ദാൽ ആൻഡ് ചപ്പാത്തി ഇസ് മോർ ദാൻ എനഫ്. കഞ്ഞിയും പയറും ഉണ്ടാവും, മോർ ദാൻ എനഫ്. ഈ പറഞ്ഞ ന്യൂട്രീഷൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പിന്നെയുള്ള പ്രോട്ടീനും ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും അല്ലേലോ ബട്ടർ മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മിനിമം ഡയറ്റ് കൊടുത്താൽ പോരെ എന്നാണ് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നിയമസഭയോ ഇതിനെ തിരിഞ്ഞു നോക്കേണ്ടത്. അവർക്ക് നല്ല സൂപ്പർ ഡൂപ്പർ ഫുഡാണ്. ഈ രീതിയിൽ അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജയിലിൽ പോലും പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ആർക്കാ പേടി? അതെ, സുഖലോലുപതയല്ലേ, അധ്വാനിക്കേണ്ട, അതിനുള്ളിൽ തന്നെ അല്ല ഇവിടെ നിന്നുള്ള അധ്വാനിക്കേണ്ട, അവിടെ തന്നെ അധ്വാനിക്കേണ്ട. അതിൽ ആർക്കും പൈസ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ജനുവരി കഴിഞ്ഞ് പുറത്ത് വരുമ്പോ പൈസയുണ്ട്, അതുകൊണ്ട് പണിയെടുത്തതിന്റെ കൂലിയുണ്ട്. അല്ലാതെ അവിടെ വെച്ച് ഇപ്പൊ മാസം കിട്ടുമ്പോ ആർക്കും സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ ഒരു കുറ്റവാളിക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി വേണം. അവിടെ പോയി ഇനി കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ പഠിച്ചും വരാം, മോർ അഡ്വാൻസ്. അപ്പൊ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി സഹതടവുകാരുടെ അടുത്തുനിന്ന് കൂടുതൽ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് തിരിച്ചും വരാം. അതെ, അപ്പൊ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇനി അടുത്ത കുറ്റം ചെയ്യരുതെന്നല്ലല്ലോ വിചാരിക്കുള്ളൂ, ഇനിയും ചെയ്യണമെന്നല്ല വിചാരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ബാക്ക് ടു ഡ്രഗ്സ് പറയാനാണെങ്കിൽ ഇപ്പോഴും ഇതിന് കടുത്ത ശിക്ഷകളോ പരിപാടികളോ ഒന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് ഇവർക്ക് എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ എവിടെ അറിഞ്ഞു? നോക്കുന്നില്ല, ബാക്കപ്പ് എടുക്കുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് എൻ്റെ ഒരു അഭിപ്രായം എല്ലാ മീഡിയയിലും വന്നിട്ട് നമുക്കെങ്ങനെ പല കാര്യങ്ങളും ഈ കാലാവസ്ഥ പണ്ടൊക്കെ പത്രത്തിലുണ്ടായിരുന്നു, ഇന്നത്തെ കാലാവസ്ഥ
ഇന്നത്തെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കേസുകൾ ഇതുപോലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിയെന്നുള്ളതൊന്ന് അവർ ശിക്ഷിക്കപ്പെട്ടു. എക്സെപ്റ്റ് ഫോർ നമുക്ക് ആ ഒരു സെലിബ്രിറ്റീസിന്റെ കേസൊക്കെ ആണെങ്കിൽ നാട് കണക്ക് എല്ലാം അറിയും, തീർച്ചയായിട്ടും ഇന്ന പോലായി, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയ കേസുകൾ അല്ലെ, ചില കൊലപാതകങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അറിയുന്നു, ഇന്ന് ശിക്ഷയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് വിധി വന്നു, അല്ലെങ്കിൽ അതിന് അപ്പീലിന് പോകുന്നു, ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്നതല്ലാതെ ഈ പർട്ടിക്കുലർ വിഷയത്തിന് ശിക്ഷിക്കപ്പെടുന്നു എന്ന് കഴിയുമ്പം തെറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് ഒരു കാരണം, വൺ ഓഫ് ദ പാരാമീറ്റേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എന്നെ ഇപ്പോൾ ഒരു ഡ്രഗിന്റെ കാര്യത്തിന് പിടിച്ചു, ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ വെച്ചോ, എന്നാ ചെയ്യും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നല്ല പറയുന്നത്, ആരും അറിയുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നും വരാനില്ല.